സുധാകരന്റെ കസേര തെറിക്കും. സുധാകരന്റെ പകരക്കാരനെ ഉടൻ അറിയാം. KPCC നേതൃസ്ഥാനത്ത് അഴിച്ചുപണി സംബന്ധിച്ച് AICC ഉടൻ അന്തിമ തീരുമാനമെടുക്കും. സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റിയുള്ള പുനഃസംഘടനയാണ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും നേതൃമാറ്റം എന്ന ആവശ്യമാണ് ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും KPCC പുനഃസംഘടിപ്പിക്കാനുള്ള ശുപാർശ AICC നേതൃത്വത്തിന് നൽകുക. പ്രധാനമായും 6 പേരുകളാണ് സുധാകരന് പകരം പരിഗണിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, MM ഹസൻ, സണ്ണി ജോസഫ്, ആന്റോ ആന്റണി എന്നിവരിൽ ഒരാൾ അടുത്ത KPCC പ്രസിഡന്റാകുമെന്നാണ് സൂചന. സുധാകരന്റെ കൂടെ അഭിപ്രായം മാനിച്ചാകും പുതിയ അധ്യക്ഷനെ നിയമിക്കുക. സംസ്ഥാനത്തെ നേതാക്കൾ നിർദ്ദേശിച്ച പേരുകളിൽ ഹൈക്കമാൻഡ് കൂടിയാലോചനകൾ തുടരുകയാണ്. ഗ്രൂപ്പുകളുടെയും നേതാക്കളുടെയും പിന്തുണയോടെയുള്ള ഒരാളെ സമവായത്തിലൂടെ കണ്ടെത്താനാണ് AICC ശ്രമിക്കുന്നത്. KC വേണുഗോപാൽ ഇടപെട്ട് KPCC അധ്യക്ഷനെ മാറ്റുമെന്ന പ്രചാരണം ഒഴിവാക്കാനാണ് ദീപാദാസ് മുൻഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. സാമുദായിക മാനദണ്ഡങ്ങളും വിവിധ ഗ്രൂപ്പുകളുടെ പിന്തുണയും പരിഗണിച്ചാകും അന്തിമ തീരുമാനം. നേതൃമാറ്റമുണ്ടാകുമെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. പദവികൾ പ്രശ്നമല്ലെന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ പ്രതികരിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ KPCC അധ്യക്ഷന് കീഴിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അധ്യക്ഷനൊപ്പം സാമുദായിക സമവാക്യം പാലിച്ച് വർക്കിംഗ് പ്രസിഡന്റുമാരിലും മാറ്റത്തിന് സാധ്യതയുണ്ട്. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർപ്പുയർന്നെങ്കിലും VD സതീശന്റെ പ്ലാൻ 63 നിർദ്ദേശത്തെ തള്ളേണ്ടെന്നാണ് AICC നിലപാട്. കോൺഗ്രസിന് ജയിക്കാവുന്ന ഫോർമുല എന്ന രീതിയിൽ ചർച്ചയായ സതീശന്റെ പ്ലാനിനെ തള്ളുന്നത് ചോദ്യം ചെയ്യപ്പെടാം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ച് നടപടികൾ പൂർത്തിയാക്കാനാണ് AICCയുടെ ശ്രമം.